ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 14 തുടങ്ങാണല്ലോ. 12ാം ദശകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വയംഭുവ മനു ഭൂമി സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ബ്രഹ്മാവിനോട് സങ്കടം പറയുന്നു. ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞു. തുടർന്ന് ഭഗവാന്റെ വരാഹ അവതാരം ഉണ്ടായി, ഭൂമിയെ പഴയതുപോലെ സുരക്ഷിതമായി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദശകം കഴിഞ്ഞത്. നമ്മുടെ ഹൃദയത്തിലെ വരാഹമൂർത്തി അങ്ങനെ സ്ഥിതി ചെയ്യുകയും ചെയ്തു. ആ സ്വയംഭുവ മനു തൻ്റെ സങ്കടമൊക്കെ തീർന്ന് സമാധാനമായി പിന്നീട് തൻ്റെ ഭരണകാലമായിട്ടുള്ള ഒരു മന്വന്തരം മുഴുവനും ഭരിക്കുകയാണ്. കാരണം സമാധാനമായിട്ട് ഭരിക്കാൻ കാരണം ഭഗവാനെ സ്മരിച്ച് തൻ്റെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് പറയുകയാണ്. 1-ാമത്തെ ശ്ലോകം കപിലാവതാരം എന്നാണ് ഈ ദശകത്തിൻ്റെ പേര്. സമനുസ്മൃതതാവകാംഘ്രിയുഗ്മ സമനു പങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. അർത്ഥം നോക്കാം. സമനുസ്മൃത, അനുസ്മൃത എന്നാണ്. അനുസ്മൃത എന്ന് പറഞ്ഞാൽ എന്താ? ഓർത്തുകൊണ്ട്, അനുസ്മരിച്ചു കൊണ്ടിരുന്നു. ഏറ്റവും നന്നായിട്ട് ഭഗവാനെ തന്നെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഇടവിടാതെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നു. ഏറ്റവും നന്നായി എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും മനു ഭഗവാനെ തന്നെ സ്മരിച്ചു കൊണ്ടാണ് ചെയ്യുകയുള്ളൂ. താവകാംഘ്രിയുഗ്മ, അവിടുത്തെ 2 പാദങ്ങളെയും തൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചു കൊണ്ടാണ് മനു എന്ത് പ്രവൃത്തിയും ചെയ്തിട്ടുണ്ട്. സ്വയംഭുവ മനു. മനു, ആ സ്വയംഭുവ മനു പങ്കജ സംഭവ അംഗജന്മ. പങ്കജ സംഭവം എന്ന് പറഞ്ഞാൽ താമരപ്പൂവിൽ നിന്നും ജനിച്ചവൻ, അതായത് ബ്രഹ്മാവിൻ്റെ അംഗജന്മ. ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്നാണല്ലോ സ്വയംഭുവ മനു ശതരൂപേ വന്നത്. അങ്ങനെ മനു, ആ സ്വയംഭുവ മനു പങ്കജ സംഭവൻ്റെ അംഗത്തിൽ നിന്നും ജനിച്ചവനാണ്. അങ്ങനെയുള്ള മനുവാണ് എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് നിജം മന്ദരം, മന്വന്തരം എന്ന് പറയില്ലേ, അതാണ് നിജം അന്തരം. തൻ്റെ ഭരണകാലം, ഒരു മനുവിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ 71 ചതുർയുഗമാണ്. ബ്രഹ്മാവിൻ്റെ ഒരു പകല് എന്ന് പറയുന്നത് 1000 ചതുർയുഗം. ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ കൃത, ത്രേത, ദ്വാപര, കലി, ഈ 4 യുഗങ്ങളും ഇങ്ങനെ മാറി മാറി വരുമ്പോഴാണ് ഒരു ചതുർയുഗം കഴിയുക. അതിൽ കലിയുഗത്തിൽ തന്നെ 4,32,000 വർഷമാണുള്ളത്. അതിൻ്റെ ഇരട്ടി ദ്വാപരം, അങ്ങനെ മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മൾ സ്വയംഭുവ മനുവിൻ്റെ കാലമല്ല, വൈവസ്വത മനുവിൻ്റെ കാലത്താണ്. കലിയുഗമാണ്. അതിൽ 5000 ചില്ലാനം വർഷങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും 4,27,000 വർഷങ്ങൾ ബാക്കിയുണ്ട് ഈ കലിയുഗം തന്നെ. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഘട്കി വരുമോ, കലിയുഗം കഴിയുമെന്നൊന്നും ചിന്തിക്കേണ്ട. 4,27,000 വർഷം ഇനിയും കലിയുഗം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ജനിക്കാൻ ഇടവരാതിരിക്കട്ടെ. എങ്ങനെ ദുരിതങ്ങളും ദുഃഖങ്ങളും കൂടി വരും കലിയുഗത്തിൽ ഭക്തി ഇല്ലാത്തവർക്ക് എന്ന് ഭാഗവതത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 71 ചതുർയുഗം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് സൃഷ്ടിയെ വേണ്ട പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ 1000 ചതുർയുഗത്തിന് 14 മനുക്കളാണ് ശ്രദ്ധിക്കുക ഭരണകർത്താക്കളായിട്ടുള്ളത്. അത് അപ്പോൾ നമ്മൾ 1000-നെ 14 മനുക്കൾക്ക് കൊടുക്കുമ്പോൾ 71 ഏകദേശം കിട്ടും. പിന്നെ കുറച്ചും ഉണ്ടാവും. അങ്ങനെയാണ് ഈ 71 മന്വന്തരം ചതുർയുഗമാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. അപ്പോൾ നിജം അന്തരം, തൻ്റെ ഭരണകാലമായിട്ടുള്ള ആ 71 ചതുർയുഗങ്ങൾ 71 പ്രാവശ്യം ഈ കൃത, ദ്വാപര, ത്രേത, കലി, ത്രേത, ദ്വാപര, കലി, ഈ 4 യുഗങ്ങളും ഇങ്ങനെ മാറി മാറി വരണം. 71 പ്രാവശ്യം. അതാണ് ഒരു മനുവിൻ്റെ കാലം.
നിജം അന്തരം, സ്വയംഭുവ മനുവിൻ്റെ അന്തരം, മന്വന്തരം ആയിട്ടുള്ള 71 ചതുർയുഗങ്ങൾ. അന്തരായഹീനം, യാതൊരു തടസ്സവും കൂടാതെ. ആദ്യം ഒരു തടസ്സം ഉണ്ടായി അല്ലേ, ഭൂമിയെ കാണാണ്ടാവുകയൊക്കെ ചെയ്തു. പിന്നീട് യാതൊരു തടസ്സവും കൂടാതെ ചരിതം തേ കഥയൻ, ഭഗവാന്റെ ദിവ്യചരിതങ്ങൾ കീർത്തിച്ചുകൊണ്ട് സുഖം നിനായ, ഏറ്റവും സന്തോഷമായിട്ട് സുഖമായിട്ട് കാലം അങ്ങനെ കഴിഞ്ഞു. 71 ചതുർയുഗങ്ങളും പിന്നീട് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് മനുവിന് ഭരിക്കാൻ കഴിഞ്ഞു. കാരണം എന്താ? ഭഗവത് സ്മരണ വിടാതെ പിന്തുടർന്നത് കൊണ്ട്. മനസ്സിനെ അപ്പോൾ സമാധാനമായിട്ട് നിർത്തണോ? സദാ ഭഗവത് സ്മരണ വേണം. ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ ബ്രഹ്മാവ്. എപ്പോഴും എന്ത് കാര്യം ചെയ്യാനുണ്ടെങ്കിലും കാര്യമൊന്നും ചെയ്യാനില്ലെങ്കിലും ഒക്കെ ഭഗവത് ധ്യാനാണല്ലോ എപ്പോഴും. അങ്ങനെ തന്നെ വേണം മനുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള നമ്മളും എന്നിവിടെ സൂചന. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷമമില്ലാണ്ടിരിക്കില്ല. കാരണം വിഷമമൊക്കെ നമ്മളുടെ പ്രാരബ്ധം അനുസരിച്ച് വരും. പക്ഷെ അതൊക്കെ പൊക്കോളും. അതിനൊക്കെ നേരിടാനുള്ള മനഃശക്തി ഭഗവാൻ തരും. അതിനാണ് ഭഗവാന്റെ പാദം ഹൃദയത്തിൽ ഉറപ്പിക്കണം എന്ന് പറയുന്നത്. സമനുസ്മൃത താവകാഘ്രിയുഗ്മ, അവിടത്തെ അഘ്രി എന്ന് പറഞ്ഞാൽ പാദം, യുഗ്മം രണ്ട് പാദങ്ങളും അനുസ്മൃതം സദാ നിരന്തരം സ്മരിച്ചുകൊണ്ട്. സമനു പങ്കജസംഭവാംഗജന്മ, പങ്കജസംഭവൻ്റെ ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്നും ജന്മമെടുത്തിട്ടുള്ള സമനു, ആ സ്വയംഭുവമനു. നിജമന്തരം അന്തരായ ഹീനം, തൻ്റെ മന്വന്തരം യാതൊരു തടസ്സങ്ങളും കൂടാതെ ചരിതം തേ കഥയൻ, അവിടുത്തെ സ്മൃതിയോടുകൂടി അവിടുത്തെ ചരിതങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ നാമം ജപിച്ചുകൊണ്ട് അവിടുന്ന് നിർദ്ദേശിച്ചതുപോലെ യമനിയമങ്ങളൊക്കെ ആചരിച്ചുകൊണ്ട് സുഖം നിനായ, വളരെ സുഖമായിട്ട് പരമശാന്തിയോട് കൂടിയിട്ടാണ് മനു പിന്നീട് ഭരിച്ചത് എന്നാണ്. അടുത്ത ശ്ലോകം കൂടി നോക്കാം. അങ്ങനെ മനുവിൻ്റെ കാര്യമായിട്ടുള്ള സൃഷ്ടി കഴിയുന്ന സമയത്ത് പിന്നീട് കർദമ പ്രജാപതിയാണ് സൃഷ്ടിക്കുന്നത്. കർദമ പ്രജാപതി ബ്രഹ്മാവിൻ്റെ, തൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രജാസൃഷ്ടികൾ ചെയ്യാൻ തുടങ്ങി. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ബ്രഹ്മാവിൻ്റെ പല സൃഷ്ടികളും തപസ്സിന് പോയി. പക്ഷേ കർദമ പ്രജാപതി ശരി ഞാൻ സൃഷ്ടി ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് തപസ് ചെയ്ത് ശക്തി വർദ്ധിപ്പിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ തപസ്സിന് പോയി എന്നാണ്. രണ്ടാമത്തെ ശ്ലോകം. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്ത്വാം ആയുധം സമാസിഷേവേ. സമയേ ഖലു തത്ര സമയേ ഖലു എന്നാണ്. ആ സമയത്ത്, അതായത് സ്വയംഭുവമനു തൻ്റെ സൃഷ്ടിയൊക്കെ ഏകദേശം പൂർത്തിയാക്കിയ ആ സമയത്ത് മനു ഭഗവത് സ്മരണയോടുകൂടി തൻ്റെ ഭരണകാലം പൂർത്തിയാക്കിയ ആ കാലത്ത് തന്നെ ദ്രുഹിണ ഛായ ഭവ, ദ്രുഹിണ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നും നിഴലിൽ നിന്നും ഭവ ഒരാൾ ജനിച്ചു. അത് നിഴലിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട് കറുത്തുപോയി എന്നൊക്കെയാണ്. കർദമാഖ്യോ, കർദമൻ എന്ന പേരായിട്ടുള്ള പ്രജാപതിയാണ് ജനിച്ചത്. തദീയവാച, ജനിച്ച ഉടനെ ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. തദീയവാച, ആ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ധൃത സർഗരസ, സൃഷ്ടി ചെയ്യൂ മകനെ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അപ്പോൾ ആ സൃഷ്ടിയിൽ താല്പര്യത്തോടു കൂടി ധൃത സർഗരസ, സർഗത്തിൽ രസത്തോടുകൂടി സൃഷ്ടി ചെയ്യുവാൻ താല്പര്യത്തോടു കൂടിയിട്ട് നിസർഗരമ്യം ത്വാം, സ്വതവേ തന്നെ കമനീയ രൂപമായിട്ടുള്ള ഭഗവാനെ, അവിടത്തെ ആ രൂപത്തെ അയുധം സമ, അയുധം 10,000 എന്ന് പറഞ്ഞാൽ എണ്ണീട്ട് 10,000 എന്നല്ല, അനേക കാലം, ധാരാളം വർഷങ്ങൾ. സമ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ, ധാരാളം വർഷങ്ങൾ. സിഷേവേ, ഏറ്റവും നന്നായിട്ട് ഭഗവാനെ സേവിച്ചു. സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചരിതം ഗാനം ചെയ്യുക, രൂപം ധ്യാനിക്കുക, ഓരോ നിമിഷവും ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കാം.
മനു ഭരിച്ചതുപോലെ തന്നെ കർദമൻ സൃഷ്ടിക്ക് മുൻപായിട്ട് കർദമൻ അനേക കാലം ബ്രഹ്മാവ് ഉപദേശിച്ചതനുസരിച്ച് സൃഷ്ടി ചെയ്യണമെന്ന് പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ബ്രഹ്മാവ് പറഞ്ഞു അതിന് മനസ്സിനെയും ശരീരത്തിനെയും ശക്തമാക്കണം, നല്ല സന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ദിദിയുടെ പോലെ ആവില്ലേ. അതുകൊണ്ട് കുറച്ചു കാലം പോയി തപസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് കർദമ പ്രജാപതി തപസ്സിന് പോയി വളരെ നന്നായിട്ട് ശിഷേവെ ഏറ്റവും നന്നായി ഭഗവാനെ സേവിക്കുകയും ചെയ്തു. ശ്ലോകം ഒന്നും കൂടിയും ചൊല്ലാം. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാം അയുധം സമാസിഷേവേ. അങ്ങനെ 10,000-ഓളം അനേക കാലം തപസ് ചെയ്ത ആ കർദമ പ്രജാപതിയുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. അത് നമുക്ക് 3-ാമത്തെ ശ്ലോകമാണ്, അടുത്ത ദിവസം നോക്കാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.